ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് സൂറ അസറാണ്. ഓക്കെ, സൂറ അസർ നമുക്കറിയാം, ഇറ്റ്സ് എ വെരി സ്മോൾ സൂറ. അതുകൊണ്ട് മിക്കവാറും കാണാതെ എല്ലാവരും പഠിച്ച് കാണും. അതിന് കാണാൻ വലിയ ലുക്കൊന്നുമുള്ള സൂറ എന്നൊരു കുഞ്ഞി സൂറയാണ്. നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ സൗഹൃദം നമ്മൾ പഠിക്കുന്ന ഒരു സൂറയാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ വളരെ ഡീപ്പായിട്ട് പഠിച്ചവൻ ഫോർമുല ഫോർ ലിവിങ് ഇൻ ദിസ് വേൾഡ്, അത് അങ്ങനെയാണ് ശരിക്കും പറഞ്ഞ ഒരു ടൈറ്റിൽ എനിക്ക് കൊടുക്കാൻ പറ്റുക സൂറ അസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. എന്നുവെച്ചാൽ ഹൗ ഡു യു ലിവ് ഇൻ ദിസ് വേൾഡ് എന്നുള്ള ഇതിൻ്റെ ഒരു മെയിൻ സാധനങ്ങളെല്ലാം പഠിച്ചവൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ തന്നെ തുടങ്ങാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ ഇതിലാദ്യം പഠിച്ചവൻ പറഞ്ഞിരിക്കുന്നത് വൽ അസർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വൽ അസർ എന്ന് വെച്ചാൽ പഠിച്ചവൻ ഈ വാ എന്ന് ഇവിടെ പറയുന്നത് ആക്ച്വലി പഠിച്ചവൻ സ്വയർ ചെയ്യാണ്, ഓത്തെടുക്കുകയാണ്. ഈ സ്വയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യാന്നാണ്, ഓത്തെടുക്കുക. അപ്പം ഞാൻ സത്യം ചെയ്യണു. ഓക്കെ, എന്തിൽ സത്യം ചെയ്യണു? വൽ അസർ. അസർ എന്ന് പറഞ്ഞാൽ ടൈം, അസർ എന്ന് പറഞ്ഞാൽ ടൈമാണ്. അപ്പോൾ ബൈ ടൈം, ഞാൻ സമയത്തെ വെച്ച് ഞാൻ സത്യം ചെയ്യുന്നു നിങ്ങളോട് എന്നാണ് പഠിച്ചവൻ പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഒരു കാര്യം ആലോചിക്കാം, നമ്മൾ എപ്പോഴാണ് സത്യം ചെയ്യുക? അതിനെക്കുറിച്ച് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് തിങ് ഈസ്, നമ്മൾ സത്യം ചെയ്യുന്നപ്പോൾ നമ്മൾ ശരിക്കും ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ സത്യം ചെയ്യും. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരാളുമായിട്ട് അടി വീണു. ഓക്കെ, അയാളോട് അടി വീണ്, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ വാക്തർക്കം അല്ലെങ്കിൽ ഗുസ്തിയൊക്കെ പിടിച്ചിട്ട് ലാസ്റ്റ് നമുക്ക് ജയിക്കാൻ പറ്റിയില്ല. നമുക്ക് ഈ ദേഷ്യം വരുമ്പോൾ നമുക്ക് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ലല്ലോ, ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ജയിക്കുക എന്നുള്ളൊരു ഈഗോ ആണ് നമ്മളുടെ മുൻപിൽ നിൽക്കുന്നത്. അപ്പം നമുക്ക് ജയിക്കാൻ പറ്റിയില്ല. അപ്പോൾ അയാളെ ഇട്ടിട്ട് പോകേണ്ടി വന്നു. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഫുൾഫിൽമെൻറ്റ് കിട്ടിയില്ല, ദേഷ്യത്തിൻ്റെ ഒരു ഫുൾഫിൽമെൻറ്റ് കിട്ടിയില്ല എന്ന് വെച്ചോ. അപ്പോൾ നമ്മളൊരു ഇന്ന ആളാണ്, എൻ്റെ അമ്മയാണ് സത്യം, അല്ലെങ്കിൽ എൻ്റെ അച്ഛനാണ് സത്യം, ഞാൻ അവനെ ഇന്ന് രാത്രിയോടെ ഇവൻ്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമാക്കും എന്നൊക്കെ നമ്മൾ സത്യം ചെയ്യാറുണ്ട്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഈ ദേഷ്യം വരുമ്പോൾ നമ്മൾ സത്യം ചെയ്യാറുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് വൺ തിങ്. ഇനി നമ്മൾ സത്യം ചെയ്യണ എവിടെയാണ്? കോടതികളിൽ, കോർട്ടിൽ നമ്മൾ ഏതാ, ഖുറാനാണോ ബൈബിളാണോ വാട്ടെവർ ഭഗവത്ഗീതയാണോ ഏതാന്ന് വെച്ചാൽ അതിൽ കൈവച്ച് നമ്മൾ സത്യം ചെയ്യും ഇല്ലേ? ദാറ്റ് ഈസ് എ സെക്കൻഡ് ഓപ്ഷൻ. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ആരോടെങ്കിലും പറയാണ് ഇല്ലേ? അപ്പോൾ ആരോടെങ്കിലും പറയുമ്പോൾ അവർക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട്. അവരുടെ ഇല്ല ഞാനത് വിശ്വസിക്കില്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനോട് നിങ്ങൾ സംസാരിക്കുകയാണ്, അപ്പോൾ അവരത് വിശ്വസിക്കുന്നില്ല. അപ്പോൾ നമ്മളങ്ങ് ഫ്രസ്ട്രേറ്റഡ് ആവും, ഡെസ്പറേറ്റ് ആവും ഇല്ലേ? അപ്പോൾ നമ്മൾ പറയും സത്യമായിട്ട് എൻ്റെ മക്കളാണ് സത്യം, അല്ലെങ്കിൽ എൻ്റെ അമ്മയാണ് സത്യം, ഞാൻ പറയണത് കറക്റ്റാണ് എന്ന് നമ്മൾ പറയും ഇല്ലേ? ഇങ്ങനെ 2-3 സിറ്റുവേഷൻസിലാണ് നമ്മൾ സ്വെയർ ചെയ്യണത്, ഓത്തെടുക്കുന്നത്, സത്യം ചെയ്യണം അല്ലേ? അപ്പോൾ നമുക്ക് ആലോചിക്കാം, പടച്ചോൻ എന്താണ് ഇവിടെ സമയത്ത് വെച്ച് സത്യം ചെയ്യുന്നതെന്ന് നമ്മളൊന്ന് ആലോചിക്കുക. ഈ പടച്ചോന് ദേഷ്യം വന്നിട്ടാവാം ഇല്ലേ? അല്ലെങ്കിൽ പടച്ചോൻ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നില്ല. ഓക്കെ, ദാറ്റ് ക്യാൻ ബി എ റീസൺ ഇല്ലേ? അപ്പം നമ്മളെ സൂറയുടെ കോണ്ടെക്സ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് എന്ത് റീസൺ കൊണ്ടാണ് പടച്ചോൻ ഇവിടെ ഈ സൂറ അസറിൽ വൽ അസർ എന്ന് പടച്ചോൻ സ്വെയർ ചെയ്യുന്നതെന്ന് നമ്മൾ കോണ്ടെക്സ്റ്റ് എടുത്തിട്ട് നമ്മൾ ചിന്തിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇവിടെ പടച്ചോൻ ഈ സ്വെയർ ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, he is swearing to show us an evidence. Okay, he is taking time as an evidence. ഒരു തെളിവായിട്ട് ടൈമിനെ എടുക്കുകയാണ് ഇവിടെ, അല്ലെങ്കിൽ ഒരു വിറ്റ്നസ്സായിട്ട്, ഒരു വിറ്റ്നസ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട്, അതിന് വേണ്ടിയിട്ടാണ് പടച്ചൻ ഇവിടെ സ്വെയർ ചെയ്യുന്നത്. ബൈ ടൈം. ഓക്കെ, ബൈ ടൈം ഐ ആം ഗിവിങ് യു ആൻ എവിഡൻസ്. ഓക്കെ, യൂസിങ് ടൈം. എന്താണ് ഞാൻ അപ്പോൾ വൽ അസർ, അപ്പോൾ ഓത്ത് എടുത്തതിന് ശേഷമാണ് എന്തിനാണ് പടച്ചോൻ ഓത്തെടുക്കുന്നതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ബൈ ടൈം എന്ന് പടച്ചോൻ പറഞ്ഞ ശേഷം പടച്ചോൻ പറയുന്നത് എന്താണ് ഞാൻ ഓത്തെടുക്കുന്നത്? ഇന്നൽ ഇൻസാന ലഫി ഹുസ്ർ. ഇവിടെ ഇന്ന എന്ന് പറയുന്നത് നോ ഡൗട്ട്. അപ്പോൾ പടച്ചോൻ അത്രയും സ്ട്രോങ് ആയിട്ടാണ് ഈ ഒരു സ്വെയറിങ് ചെയ്യുന്നത്. ഓക്കെ, വളരെ സ്ട്രോങ്. നോ ഡൗട്ട് പീപ്പിൾ ആർ ഇൻ ഹ്യൂജ് ലോസ്. ഹുസർ എന്ന് പറയുന്നത് ലോസ് ആണ്, നഷ്ടത്തിലാണ്. ദേ ആർ ഫെയിലിംഗ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പടച്ചോൻ സമയത്തെ ഒരു എവിഡൻസ് ആയിട്ട് എടുത്തിട്ട് നമ്മളോട് സ്വെയർ ചെയ്യാണ്, ബൈ ടൈം ഇൻഡീഡ് നോ ഡൗട്ട് യു പീപ്പിൾ ആർ ഇൻ ലോസ്.
ദ ഹ്യൂമൻസ് ആർ ഇൻ ലോസ്, നഷ്ടത്തിലാണ് എന്ന് പടച്ചോൻ സ്വെയർ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ പടച്ചോൻ എന്താ ഈ പറയുന്നത്? ബൈ ടൈം ഐ സേ ദാറ്റ് ദ ഹ്യൂമൻസ് ആർ ഇൻ ലോസ്. എന്താണ്, വാട്ട് ഈസ് ഹാപ്പനിങ്? നമുക്കൊരു ക്ലൂവും കിട്ടില്ല ഇല്ലേ? അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് എക്സാമ്പിൾ വെച്ചത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഈ സമയം എന്ന് പറയുന്നത് നമുക്കറിയാം, ഭൂമിയുടെ ഉത്ഭവം മുതൽ ഇനി ലോകം അവസാനിക്കുന്നവരെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇല്ലേ? അത് നമുക്ക് കാണാനൊന്നും പറ്റില്ല, എയറിൽ ഇങ്ങനെ നടക്കണമെന്നൊന്നും നമുക്കറിയില്ല. ബട്ട് യു ഫീൽ ഇറ്റ് ഇല്ലേ? എവറി സെക്കൻഡ് ഇസ് പാസിംഗ് ബൈ. ഓരോ സെക്കൻഡ്, ഓരോ മണിക്കൂറുകൾ, ഓരോ ദിവസവും, ഓരോ മാസവും, ഓരോ വർഷവും, സെഞ്ചുറീസ് എല്ലാം ഇങ്ങനെ പാസ് ചെയ്ത് സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഒരു 100 വയസ്സുള്ള ഒരു കിളവനായിട്ട് നമ്മളങ്ങ് ഇമാജിൻ ചെയ്യാണ്. ഓക്കെ, സപ്പോസ്. അപ്പോൾ ഈ 100 വയസ്സുള്ള കിളവൻ ആവുന്ന സമയം ഇദ്ദേഹം എന്ത് ചെയ്യാണ്? അപ്പം നമുക്കറിയാം, ഈ ലോകം ഉണ്ടായപ്പോൾ മുതൽ ഇനി ലോകം അവസാനിക്കുന്ന വരെ ഹ്യൂമൻ ബീങ്സ് ആർ ബോൺ ഡൈയിങ് ഇങ്ങനെ ഒരുപാട് സെഞ്ചുറീസ് ആൾക്കാർ നമ്മളുടെ മുമ്പിൽ ജീവിച്ചിട്ടുണ്ട്. നമുക്ക് ശേഷം ഒരുപാട് പേര് ജനിക്കാൻ കിടക്കണം, മരിക്കാൻ കിടക്കണം ഇല്ല, എങ്ങനെ മനുഷ്യർ ജനിച്ചും മരിച്ചും പോവാണ്. അപ്പോൾ ഈ സമയം എന്ന് പറഞ്ഞ കിളവൻ ഈ മനുഷ്യരുടെ ഉത്ഭവകാലം മുതൽ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഒരു 100 വയസ്സുള്ള കിളവൻ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ മനുഷ്യർ കാണിക്കണേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ലോകത്ത് ജീവിച്ച എല്ലാ മനുഷ്യരും ചെയ്യുന്ന എല്ലാ മിസ്റ്റേക്സും എല്ലാ നന്മകളും ഈ സമയം വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇല്ലേ? സമയം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനുഷ്യർ ഓരോ അബദ്ധങ്ങൾ കാണിക്കുന്നതും കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതും പൈസയുടെ പുറകെ ഓടുന്നതും പിന്നെ പ്രോപ്പർട്ടിക്ക് വേണ്ടി തല്ലിക്കൊല്ലുന്നതും ഒക്കെ, അങ്ങനെ ടെക്നോളജി ബിൽഡ് ചെയ്യുന്നതും ഇല്ലേ, ഈ വേൾഡിനെ ഡെവലപ്പ് ചെയ്യുന്നതും പിന്നെ അതിൻ്റെ ഇടയിൽ മനുഷ്യർ ചെയ്യുന്ന ഓരോ മണ്ടത്തരങ്ങളും ഇതെല്ലാം ഈ സമയം എന്ന വയസ്സിന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇല്ലേ? അപ്പോൾ ഇദ്ദേഹം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം നോക്കുമ്പോൾ ഈ ഓരോ ജനറേഷനിലുള്ള ആൾക്കാർ ചെയ്യുന്ന സെയിം മിസ്റ്റേക്സ് ആണ് അടുത്ത ജനറേഷനിലുള്ള ആൾക്കാർ ചെയ്യുന്നത്. അതിലും വലിയ മണ്ടത്തരങ്ങളാണ് അടുത്ത ജനറേഷനിലുള്ള ആൾക്കാർ ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ചെയ്യുന്ന സാധനങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഓരോ സെഞ്ചുറിയിലും ഓരോ ദിവസം ഇങ്ങനെ കണ്ട് വെറുത്തിരിക്കണതാണ് ഈ സമയം തന്നെ ചിന്തിക്കണം, ഈ മണ്ടന്മാർ എന്ത് കാണിക്കണം? വാട്ട് ആർ ദേ ഡൂയിങ് വിത്ത് ദിസ് ടൈം ഇൻ ദിസ് വേൾഡ്? Why are they wasting all this time? Why are they fighting with each other? Why are they arguing with each other? Why are they running behind the money? What is happening with these people? എന്ന് സമയം തന്നെ വാപൊളിച്ച് നിൽക്കുകയാണ്. നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാവുന്ന കാര്യമാണ്, പോയ സമയം തിരിച്ചു കിട്ടില്ല എന്നുള്ളത് വളരെ വൃത്തിയായിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ് ഇല്ലേ? ഇപ്പം ഇന്നലത്തെ ഒരു രാവിലത്തെ 10 മണി നമുക്ക് ഇന്ന് കിട്ടുമോ? ഇല്ല, ദാറ്റ് ഇസ് ഗോൺ. ഇപ്പം തൊട്ട് മുമ്പുള്ള സെക്കൻഡ് എനിക്ക് തിരിച്ചു കിട്ടുമോ? ഇല്ല. കഴിഞ്ഞ കൊല്ലം എനിക്ക് തിരിച്ചു കിട്ടുമോ? ഒരു 10 വർഷം മുമ്പ് എനിക്ക് തിരിച്ചു കിട്ടുമോ? ഒന്നും തിരിച്ചു കിട്ടില്ല. പോയ സമയം ഈസ് ഗോൺ ഇല്ലേ? ദാറ്റ് ഈസ് വെരി ക്ലിയർ, ദാറ്റ്സ് വെരി ഓബ്വിയസ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളുടെ കയ്യിൽ, നമ്മൾ ആസ് എ ഹ്യൂമൻ ബീങ്, നമ്മളുടെ കയ്യിലുള്ള സമയം എപ്പോഴാണ്? നമ്മൾ ജനിച്ച് വീണ സെക്കൻഡ് മുതൽ നമ്മൾ മരിക്കുന്ന വരെയുള്ള മേ ബി 50, 60, 70 ഇയേഴ്സ് ഓർ മാക്സിമം 80 ഇയേഴ്സ് വരെയുള്ള ഒരു സമയമാണ് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കിട്ടുന്ന സമയം. ആ സമയത്താണ് നമ്മൾ ഈ കാണിച്ചു കൂട്ടുന്ന മൊത്തം ആക്രാന്തങ്ങളും ആ ഒരു സമയത്താണ്. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ എങ്ങനെ സ്പെൻഡ് ചെയ്യണു, ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു യുവർ ആഖിറ. അതായിരിക്കും നമ്മുടെ ആഖിറ ഇല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെയാണ്, പടച്ചോൻ്റെ മാർഗത്തിലാണോ ചെയ്യുന്നത് അതോ ദുനിയയുടെ മാർഗത്തിലാണോ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് എന്നുള്ള ഒരു കാര്യം നമ്മൾ തീരുമാനിക്കേണ്ടതാണ് ഇല്ലേ? You should have an urgency എന്നാണ് പടച്ചോൻ പറയുന്നത്. It's like, you're wasting your time. Hurry up. You people are in loss. What are you people doing? You have only very less time. Why are you thinking that you're going to live in this world forever? No, you're going to leave. Even if you're a celebrity അല്ലെങ്കിൽ ഒരു ഫേമസ് പേഴ്സൺ, ഏതാളായാലും മൂവി സ്റ്റാർ, മ്യൂസീഷ്യൻ, എവറിത്തിങ്, നമ്മളിപ്പോൾ ഇവിടെ ദുനിയയിൽ വായും പൊളിച്ച് നോക്കിയേക്കും, ഓ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫാൻ ആറ്റിറ്റ്യൂഡിൽ നിൽക്കും. പക്ഷെ അവരും മരിച്ചൂലേ? എല്ലാവരും മരിച്ചു. എവ്രി വൺ ഇസ് ഗോയിങ് ടു ഡൈ ആൻഡ് ദിസ് ടൈം യു ഹാവ് ഇസ് ഗോയിങ് ടു ബി ലൈക്ക് ഫിനിഷ് ലൈക്ക് ദിസ്. ഒരു സെക്കൻഡിൽ നമ്മൾ കണ്ണു തുറന്നൊക്കെ നമ്മൾ സമയം കഴിയും, നമ്മൾ ജീവിക്കലും മരിക്കലും ഒക്കെ കഴിയും. അപ്പോൾ ഈ സൂറയിൽ പഠിച്ചോ നമ്മളോട് പറയാണ്, ഞാൻ സമയത്തെയാണ് എടുത്തിട്ടാണ് ഞാൻ സ്വെയർ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും നഷ്ടത്തിലാണ്. നിങ്ങൾ ഈ സമയം മര്യാദക്ക് യൂസ് ചെയ്യുന്നില്ല. ഡു സംതിങ് ഇൻ മൈ വേ. Try to live like how I have asked you to do. നിങ്ങളുടെ ആഖിറ is getting deleted little by little because of the way you live in this world. അപ്പോൾ പടച്ചോൻ ആഖിറയിൽ ചെന്ന് കഴിയുമ്പോൾ
സമയത്ത് നമ്മുടെ മുമ്പിൽ ഒരു എവിഡൻസ് ആയിട്ടാണ് കൊണ്ടുവരും, ഒരു വിറ്റ്നസ് ആയിട്ടാണ് കൊണ്ടുവരും. എന്നിട്ട് പറയും, സീ ദിസ് ഈസ് വാട്ട് യു ഡിഡ് വിത്ത് യുവർ ടൈം, ഹൗ ഡിഡ് യു സ്പെൻഡ് യുവർ ടൈം, ഐ നോ ഹൗ യു സ്പെൻഡ് യുവർ ടൈം. This is what Allah is trying to say. He will bring this time as a witness. Subhanallah. എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടല്ലേ. നമ്മൾ ഒരായ വായിക്കാൻ നമ്മൾക്ക് ഇത് എന്താണെന്ന് മനസ്സിലാവും. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നീന്തി ഡീപ്പിലേക്ക് അങ്ങോട്ട് പോകുമ്പോഴുണ്ടല്ലോ വേറെ ലോകത്തേക്കാണ് നമ്മൾ എത്തുക. സുബ്ഹാനല്ലാഹ്. അപ്പോൾ പടച്ചോൻ പറയുന്നത് നമ്മളുടെ ലൈഫിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ യു ഷുഡ് ഹാവ് എൻ ഏർജൻസി ടു ലിവ് ഇൻ ദിസ് ലൈഫ്, ലിവ് ഇൻ ദിസ് വേൾഡ്. അപ്പോൾ ഏർജൻസി ഫോർ വാട്ട്? വി ആർ വേസ്റ്റിംഗ് യുവർ ടൈം, യൂസ് ഇറ്റ് പ്രോപ്പർലി. ഓക്കെ, അതാണ്. പിന്നെ ഇവിടെ പഠിച്ചോണ്ട് ഒരു ബ്ലെസ്സിങ് തന്നിരിക്കുകയെന്ന് വെച്ചാൽ ഹുസർ എന്ന് പറയുന്നത് സം ലോസ് എന്നാണ്. സം ലോസ്. വേറെ വാക്കുകൾ അറബിയിലുണ്ട് വിച്ച് മീൻസ് ടെറിബിൾ ലോസ്, അല്ലെങ്കിൽ കണ്ടിന്യൂയിങ് ലോസ് ആണ്, അല്ലെങ്കിൽ ഇൻക്രീസിങ് ലോസ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ വാക്കുകളുണ്ട്. അൽഹംദുലില്ലാഹ് പഠിച്ചോൻ ആ വാക്ക് ഇവിടെ ഉപയോഗിച്ചില്ല. അതാണ് പടച്ചോൻ ഖുറാനിൽ പ്ലേസ് ചെയ്യുന്ന ഈച്ച് ആൻഡ് എവറി സിംഗിൾ വേർഡ് ഹാസ് എ സ്പെസിഫിക് ഇന്റൻഷൻ, ഹാസ് എ സ്പെസിഫിക് മീനിങ്. പ്ലീസ് പുട്ട് ദാറ്റ് ഇൻ യുവർ ഹെഡ്. ഡോണ്ട് തിങ്ക് ഖുറാൻ ഇസ് എ ജോക്ക്. It is an accident. No, never. Each and every haraka, each and every word, everything in the Quran is planned properly. അതുകൊണ്ട് പഠിച്ചോ നമുക്കിവിടെ ഹുസർ എന്ന വാക്ക് തന്നതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമുക്കൊരു ചെറിയ പ്രതീക്ഷയുണ്ട്. നമ്മൾ സം ലോസിലാണ്, കുറച്ച് നഷ്ടത്തിലാണ് പഠിച്ചോൻ പറയുന്നത്. ഇനി നെക്സ്റ്റ് ആയാലും പഠിച്ചോൻ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും നഷ്ടത്തിലാണെന്ന് ആദ്യം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു കുറച്ച് പേരുണ്ട്, ഒരു ചെറിയ ഗ്രൂപ്പ് ഉണ്ട്, ഹൂ ഹാസ് 1 2 3 4 4 ക്വാളിറ്റീസ്. ഒരു ചെറിയ ഗ്രൂപ്പിൽ 4 ക്വാളിറ്റീസ്. ആ 4 ക്വാളിറ്റീസ് ഉള്ള ഗ്രൂപ്പ് രക്ഷപ്പെട്ട് എന്നാണ് പറയുന്നത് അടുത്ത ആയയിൽ. ഓക്കെ, അപ്പോൾ ഈ ഗ്രൂപ്പിലുള്ള 4 ക്വാളിറ്റീസ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇല്ലല്ലദീന ദോസു എക്സെപ്റ്റ് ദോസു. ഓക്കെ, ആമനു. ഇല്ലല്ലദീന ആമനു എന്ന് പറയുമ്പോൾ ദോസു ബിലീവ്. ഓക്കെ, അപ്പോൾ ഈ ഗ്രൂപ്പിലെ ആദ്യത്തെ ക്വാളിറ്റിയാണ് ദോസു ബിലീവ്. അപ്പോൾ ഒരു ചോദ്യം, ദോസു ബിലീവ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ബിലീവ് ഇൻ വാട്ട് എന്ന് പഠിച്ചോൻ പറഞ്ഞിട്ടില്ല. അതെന്ത്? ബിലീവ് ഇൻ ബുക്സ് ആണോ, ബിലീവ് ഇൻ ഏഞ്ചൽസ് ആണോ, ബിലീവ് ഇൻ ദ പ്രോഫറ്റ്സ് ആണോ, ബിലീവ് ഇൻ അള്ളയാണോ, ഒന്നും പഠിച്ചോൻ പറഞ്ഞിട്ടില്ല. ഹി ഹാസ് ലെഫ്റ്റ് ഇറ്റ് ഓപ്പൺ. അപ്പോൾ ദോസ് ഹു ബിലീവ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് പഠിച്ചോൻ അവിടെ ഓപ്പൺ ഇട്ടിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്ലീസ് ബിലീവ് ദാറ്റ് യു ആർ ഇൻ ലോസ് എന്നാണ് പഠിച്ചോൻ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ദോസ് ഹു ബിലീവ് ദാറ്റ് യു ആർ ഇൻ ലോസ്. ഇനി ഇതെന്താ പഠിച്ചോൻ പറയണമെന്ന് നോക്കാം. നമുക്ക് നന്നായിട്ട് അറിയാം, നമ്മളും എല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണ്. നമ്മൾ മണ്ടത്തരങ്ങൾ കാണിക്കും, മിസ്റ്റേക്സ് കാണിക്കും, നല്ലത് ചെയ്യും. മിസ്റ്റേക്സ് കാണിച്ചാൽ ഒരുപാട് ആൾക്കാർ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കും, ഒരുപാട് ആൾക്കാർ അതിൽ തന്നെ കിടക്കാൻ ശ്രമിക്കും, ഒരുപാട് ആൾക്കാർ അത് ഞാൻ ചെയ്ത മിസ്റ്റേക്ക് അല്ല, ഞാൻ ചെയ്തതാണ് ഏറ്റവും കറക്റ്റ് എന്ന് പറഞ്ഞ ആറ്റിറ്റ്യൂഡിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഈ ലോകത്ത് പല ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ പഠിച്ചോൻ ഇവിടെ നമ്മളോട് പറയുന്നത് ബിലീവ് ദാറ്റ് യു ആർ ഇൻ ലോസ്. നിങ്ങൾ നഷ്ടത്തിലാണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ് ആസ് എ ഹ്യൂമൻ ബീങ് യു ഹാവ് ടു ഡു. ഓക്കെ, യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം, യു ആർ ഇൻ ട്രബിൾ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഇപ്പോൾ ഒരാൾ വെള്ളത്തിൽ മുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ, വെള്ളത്തിൽ വീണു, അയാൾ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ ബോധം കെട്ടുപോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഹീ ഈസ് നോട്ട് നോയിങ് ദാറ്റ് ഹീ ഈസ് ഡ്രൗണിങ്, അല്ലേ? അയാൾക്ക് അറിയില്ല അയാൾ മുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അയാൾ അങ്ങ് മുങ്ങിപ്പോയി, അങ്ങനെ മരിച്ചു പോകും. ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ്. ബട്ട് ഒരാൾ ബോധത്തോടെയുള്ള ഒരാൾ വെള്ളത്തിൽ വീഴുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ്, അയാൾക്കറിയാം ഞാൻ വെള്ളത്തിൽ വീണു, ഓക്കെ, ഞാൻ മുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാൻ മുങ്ങിപ്പോവും. ഓക്കെ, അപ്പോൾ അയാൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഡെസ്പറേറ്റ് ആയിട്ട് അയാൾ എന്ത് ചെയ്യും? കൈകാലിട്ടടിച്ച് രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കും, ഇല്ലേ? പക്ഷേ ഈ ബോധം കിട്ടുപോയ ആൾക്ക് അറിയില്ല, അയാൾ മുങ്ങിപ്പോവാണ്, അയാൾ മരിക്കാൻ പോവാണെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ അയാൾ മുങ്ങി അങ്ങോട്ട് പോവുകയും ചെയ്യും, അയാൾ റിയലൈസ് ചെയ്യുന്നില്ല. പക്ഷേ ഈ മറ്റേ ആൾ റിയലൈസ് ചെയ്തപ്പോൾ അയാൾ കൈകാലിട്ടടിച്ച് രക്ഷപ്പെടാൻ നോക്കുക. അപ്പോൾ പഠിച്ചൻ ഇവിടെ ഈ ഒരു കമ്പാരിസൺ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ അറിയുന്നില്ല നമ്മൾ നഷ്ടത്തിലാണെന്ന്. അപ്പം നമ്മൾ ആ നഷ്ടത്തിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കും, ആ മുങ്ങിപ്പോയ ആളെ പോലെ മരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ നഷ്ടത്തിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എടുക്കും. നമ്മൾ രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കും. മനസ്സിലായില്ലേ? അതാണ് നെക്സ്റ്റ് പോയിന്റ് പഠിച്ചോൻ പറയുന്നത്, വഅമിലു സ്വാലിഹാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ പഠിച്ചോൻ പറയുന്നത് നിങ്ങൾ നഷ്ടത്തിലാണെന്നുള്ള ആദ്യം മനസ്സിലാക്കുക, എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എടുക്കുക. ഈ സ്വലഹ എന്ന് പറയുന്നത് ഫിക്സിങ് യുവർ സെൽഫ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു സാധനം, ഒരു കസേര പൊട്ടിപ്പോയി, അപ്പോൾ അത് ഫിക്സ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളൊരു മണ്ടത്തരം കാണിച്ചു, അത് ക്ലിയർ ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ട്, അത് നമ്മൾ ക്ലിയർ ചെയ്യുക. അതൊരു ഫിക്സിങ് യുവർ സെൽഫ് എന്നാണ് ഈ സലഹയുടെ മീനിങ് വരുന്നത്.
അപ്പോൾ വാമിലു സ്വാലിഹാത്ത് എന്നാണ് പടച്ചോൻ പറയുന്നത്. അപ്പോൾ പടച്ചോൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നഷ്ടത്തിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുക, യു ഫിക്സ് യുവർ സെൽഫ്. യു ഹാവ് എൻ ആങ്കർ പ്രോബ്ലം. നിങ്ങൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളാണ്, അത് മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? യു ഫിക്സ് ഇറ്റ്, ട്രൈ. അതൊന്ന് ശരിയാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ ഹറാമിൽ ജീവിക്കുന്ന ഒരാളാണ്, നിങ്ങൾ ചിലപ്പോൾ കള്ള് വിറ്റിട്ടായിരിക്കും ജീവിക്കുന്നത്, ആ പൈസ കൊണ്ടാണ് ജീവിക്കുക. അപ്പം മനസ്സിലാക്കുക, കള്ള് വിൽക്കുന്നത് ഹറാമാണ്. അപ്പോൾ എന്താ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യുക? ഇമ്മീഡിയറ്റ്ലി കറക്റ്റ് ഇറ്റ്, ചേഞ്ച് യുവർ ബിസിനസ്, ഹലാൽ ഇൻകമിലേക്ക് വരിക. നിങ്ങൾ കറക്റ്റായിട്ട് നിസ്കരിക്കുന്ന ആളല്ല, ഇല്ലേ? അപ്പോൾ അത് മനസ്സിലാക്കുക. പടച്ചോനെ എനിക്ക് 5 നേരം നിസ്കരിക്കേണ്ട, പടച്ചോൻ ഓബ്ലിഗേറ്റഡ് ആയിട്ട് പറഞ്ഞ കാര്യമാണ്. സോ ട്രൈ ടു ഫിക്സ് യുവർ പ്രേയേഴ്സ്. ഓക്കെ? അല്ലെങ്കിൽ നിങ്ങൾ കള്ളു കുടിക്കുന്ന ആളാണ്, ഫിക്സ് ഇറ്റ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം ഈ ദീനില്ലാത്ത ഫ്രണ്ട്സാണ്, ഐ മീൻ റോങ് ഫ്രണ്ട്സാണ്. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ അതിലേക്ക് ഇൻവോൾവ് ആയി പോകും. അപ്പോൾ ട്രൈ ടു ഫിക്സ് യുവർ ഫ്രണ്ട് സർക്കിൾ. പിന്നെ ലാവിഷായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ഒരാളായിരിക്കും, പൈസ ആവശ്യമില്ലാണ്ട് ചിലവ് ചെയ്യുന്ന ആൾക്ക്. അപ്പോൾ മനസ്സിലാക്കുക, ഓക്കെ എനിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, ലെറ്റ് മീ ഫിക്സ് ഇറ്റ്. പിന്നെ അല്ലെങ്കിൽ പരദൂഷണം പറയും ടെൻഡൻസി ഉള്ള ആൾക്കാരുണ്ടാവും, നല്ലതായിട്ട് അഹങ്കാരത്തോടെ പരദൂഷണം പറയുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർ മനസ്സിലാക്കുക ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പരിപാടി കുറയ്ക്കാൻ ശ്രമിക്കുക, കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓക്കെ? അപ്പോൾ പടച്ചോൻ പറയുന്നത് ആദ്യം നിങ്ങൾ ബിലീവ് ദാറ്റ് യു ആർ ഇൻ ലോസ്. സെക്കൻഡ് തിങ് പടച്ചോൻ പറയുന്നത് നിങ്ങൾ ലോസിലാണെന്ന് മനസ്സിലാക്കി ആക്സെപ്റ്റ് യുവർ മിസ്റ്റേക്ക് ആൻഡ് ട്രൈ ടു കറക്റ്റ് യുവർ മിസ്റ്റേക്ക്. സുബ്ഹാനല്ലാഹ്, എന്തൊരു ബ്യൂട്ടിഫുൾ അല്ലേ? ഷോ. ഇനി അടുത്ത ക്വാളിറ്റി, മൂന്നാമത്തെ ക്വാളിറ്റി, വതവാസൗ ബിൽ ഹഖ്, കൗൺസിൽ ട്രൂത്ത്ഫുള്ളി. എന്ന് വെച്ചാൽ അഡ്വൈസ് ഈച്ച് അതർ ട്രൂത്ത്ഫുള്ളി. ഈച്ച് അതർ എന്ന് പറഞ്ഞ വാക്കുണ്ട് കേട്ടോ. നമ്മളുടെ ചുറ്റുമുള്ളവർ എന്ന് വെച്ചാൽ തൊട്ട് സോഷ്യൽ സർക്കിൾ, തൊട്ട് ഇമ്മീഡിയറ്റ് സർക്കിൾ, മേ ബി യുവർ ഫാമിലി, യുവർ ഫ്രണ്ട്സ് ഓർ വാട്ട് എവർ. വെൻ ദേ ആർ ഇൻ ട്രബിൾ ഓർ യു ആർ ഇൻ ട്രബിൾ, ദേ ഷുഡ് ഹെൽപ്പ് യു, യു ഷുഡ് ഹെൽപ്പ് ദം. ഇറ്റ്സ് നോട്ട് ലൈക്ക് നിങ്ങൾ അഡ്വൈസ് കൊടുത്തുകൊണ്ടിരിക്കുക ലാവിഷായിട്ട്, ഞാൻ വലിയ പുലിയാന്ന് പറഞ്ഞിട്ട് അവർ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും കറക്ഷൻ പറയുമ്പോൾ അത് ശരിയാവില്ലേ, എനിക്ക് മിസ്റ്റേക്ക് പറ്റൂല എന്നുള്ള രീതിയിൽ നമ്മൾ നിൽക്കാൻ പാടില്ല. you should be willing to take the criticism and you should be able to give criticism in a positive way so that they fix themselves. മനസ്സിലായ? അപ്പോൾ നമ്മൾ ആദ്യം നമ്മളെ ശരിയാക്കുക, പിന്നെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ ശരിയാക്കുക. ഇപ്പോൾ ഈ ഫ്ലൈറ്റിൽ കയറുമ്പോൾ പറയാറില്ലേ, ഓക്സിജൻ മാസ്ക് വീഴുമ്പോൾ ആദ്യം പറയണത് എന്താ? നമ്മളുടെ മുഖത്തേക്ക് ആദ്യം വെക്കുക, എന്നിട്ട് നമ്മളുടെ കൂടെയുള്ളവരെ സഹായിക്കുക എന്ന് പറയില്ലേ? എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾക്ക് ശ്വാസം കിട്ടിയാലേ നമുക്ക് കൂടെയുള്ള ആൾക്കാരെ സഹായിക്കാൻ പറ്റുള്ളൂ, ഇല്ലേ? അല്ലാണ്ട് നമ്മൾ ശ്വാസം കിട്ടാണ്ട് ബാക്കിയുള്ളവരെ എങ്ങനെ സഹായിക്കുക? അതേപോലെ തന്നെ നമ്മൾ ആദ്യം ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ബാക്കിയുള്ളവരെ ഫിക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. അവർ നമ്മളുടെ എന്തെങ്കിലും കറക്ഷൻ പറഞ്ഞാൽ ഇങ്ങോട്ടും അത് സ്വീകരിക്കുക. ഇപ്പം ഞാൻ നേരത്തെ ഒരു മുങ്ങിപ്പോകുന്നൊരു കേസ് പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരാൾ വെള്ളത്തിൽ മുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്? സപ്പോസ് 2 പേര് വെള്ളത്തിൽ മുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയെന്ന് വെച്ചോ. അപ്പോൾ ഒരാൾ എങ്ങനെയോ പടഞ്ഞ് മുകളിലെത്തി. അപ്പോൾ അയാൾ എന്താ ചെയ്യുക? വേഗം അയ്യോ മറ്റേ ആൾ മുങ്ങാണ്, വേഗം അയാളൊന്ന് ഹെൽപ്പ് ചെയ്യട്ടെന്ന് പറഞ്ഞാൽ വേഗം ചാടി നമ്മളെ കൊണ്ട് പറ്റാവുന്ന ഹെൽപ്പ് അടുത്ത ആളെ വെള്ളത്തിൽ നിന്ന് പൊക്കാൻ വേണ്ടി നമ്മൾ ചെയ്യും. എക്സാക്ട്ലി ലൈക്ക് ദാറ്റ്. യു ആർ സേഫ്ഡ്, ഹെൽപ്പ് അതേഴ്സ്. പിന്നെ ഈ ഹെൽപ്പ് അതേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പലരും പല ടൈപ്പാണ് ഈ ലോകത്തുള്ളവർ, ഇല്ലേ? ചിലർക്ക് വേഗം ദേഷ്യം നമ്മൾ അഡ്വൈസ് ചെയ്യാൻ നമ്മൾ ഓടിച്ചിട്ട് തല്ലും, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, ഇല്ലേ? ചിലപ്പോൾ ഇറിറ്റേറ്റഡ് ആവും, അടുപ്പിക്കൂല, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മളേക്ക് മതിയായി, എന്നെ കൊണ്ടൊന്നും വയ്യ, ഇവൻ്റെയൊക്കെ പുറകെ നടന്ന് ഇവനെയൊക്കെ നന്നാക്കാം, ഇനി അവൻ നന്നാവില്ലേ, എൻ്റെ കാര്യമല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. യു ഹാവ് ടു കീപ് ട്രൈങ്. ദാറ്റ് ഈസ് വാട്ട് അല്ലാഹ് സേസ്. കീപ് ട്രൈയിങ്, കീപ് ട്രൈയിങ്. ഓക്കെ? നെവർ ഗീവ് അപ്പ്. അതാണ് അടുത്ത സാധനം പറയുന്നത്. സുബ്ഹാനല്ലാഹ്, എന്ത് രസമല്ലേ ശരിക്കും. ഒരു എന്താ പറയുക, ഒരു സിനിമ കാണുന്ന പോലെ അല്ലെങ്കിൽ ഒരു കഥ വായിക്കണ പോലെ നമുക്ക് ഖുർആൻ പഠിക്കാം. വതവാസൗ ബിസ് സബർ എന്നാണ് പടച്ചോൻ പറയുന്നത്. കൗൺസിൽ ഈച്ച് അതർ വിത്ത് പേഷ്യൻസ് എന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ചൂസ് ചെയ്യണം റൈറ്റ് ടൈം, റൈറ്റ് പ്ലേസ്, റൈറ്റ് പേഴ്സൺ ടു ടോക്ക് ടു. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഭയങ്കര മ്യൂസിക്കൊക്കെ വെച്ച് കള്ളൊക്കെ കുടിച്ച് അടിച്ച് പൊളിച്ച് പാർട്ടിയൊക്കെ നടക്കുമ്പോൾ കൂടെ നമ്മൾ വേഗം ചെന്ന് മ്യൂസിക്കൊക്കെ വരും, ഹലോ ഇത് ഹറാമാണ്, എല്ലാവരും ഇപ്പം നിർത്തിക്കൊള്ളണം, ഇത് ഹറാമാണ്, ശരിയാവില്ല, പടച്ചോൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, പടച്ചോൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, പടച്ചോൻ ഇങ്ങനെ കടന്ന് പറഞ്ഞാൽ അവരെല്ലാം കൂടെ നിങ്ങളവിടെ തല്ലിക്കൊല്ലും, ഒരു സംശയമില്ല. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യണം ഏത് സമയത്താണ് എങ്ങനെയാണ് ആൾക്കാരോട് സംസാരിക്കണത്. ആൻഡ് യു ഷുഡ് ഹാവ് പേഷ്യൻസ്. നമുക്ക് എപ്പോഴും പോസിറ്റീവ് റിയാക്ഷൻ ഉണ്ടാവില്ല, നെഗറ്റീവ് റിയാക്ഷൻസ് ഇഷ്ടംപോലെ ഉണ്ടാവും. അത് നമ്മൾ സമാധാനത്തോടുകൂടി പേഷ്യൻ്റായിട്ട് ക്ഷമയോടുകൂടി നമ്മളത് ഡീൽ ചെയ്യണം എന്നാണ് പറയുന്നത്.
ഇനിയൊരു എക്സ്ട്രാ കാര്യം കൂടെ, പടച്ചോൻ ഹെല്ലിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളത് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെറുത്ത് പേടിച്ച് വിറച്ച് നമ്മളൊരു പരുവമെന്ന് വെച്ചാൽ പസ്സും ബോയിലിംഗ് വാട്ടറും നമുക്ക് കുടിക്കാൻ തരണതും നമ്മളുടെ സ്കിന്നിങ്ങനെ പീൽ ചെയ്ത് പോയി തിരിച്ചു വരും, പിന്നെയും പീൽ ചെയ്യും, മരിക്കുകയില്ല ജീവിക്കുകയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇതിനെ 1-2 കാര്യങ്ങൾ പറഞ്ഞുള്ളൂ കേട്ടോ. ഭീകരമായ അവസ്ഥയാണ്. അത് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ പാടെ പേടിച്ച് വെറുത്തു പോകും. അങ്ങനെ എന്തുകൊണ്ടാണ് പടച്ചോൻ ഹെല്ലിനെ കുറിച്ചിട്ട് ഖുറാനിൽ എന്തിനാ പടച്ചോൻ നമ്മളെ അത്രയും പേടിപ്പിക്കുന്നത് എന്നും ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് ആൻസർ. അല്ലാഹ് വാണ്ട്സ് യു ടു ഹേറ്റ് ഹെൽ. അത്രയും സിമ്പിളാണ് അതിൻ്റെ ആൻസർ. പടച്ചോൻ നമ്മളത് വായിച്ചിട്ട് നമ്മളത് വെറുക്കണം. അത് വെറുത്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വേഗം സ്വർഗത്തിലേക്ക് കടക്കാനുള്ള വഴികൾ എന്തൊക്കെയാണെന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ നോക്കും. അതുകൊണ്ടാണ് പടച്ചോൻ ഭീകരമായിട്ട് ഹെല്ലിനെ കുറിച്ച് ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ജന്നയെ കുറിച്ച് ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടംപോലെ ഫ്രൂട്ട്സ്, റിവർ ഓഫ് ഹണി, റിവർ ഓഫ് മിൽക്ക്, വാട്ട് എവർ യു ഡിസയർ ഇമ്മീഡിയറ്റ്ലി ഇറ്റ് ഹാപ്പൻസ്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബേർഡ്സ്, മീറ്റ്, ബാർബിക്യൂ പാർട്ടീസ്, ബ്യൂട്ടിഫുൾ ഗേൾസ് ഫോർ ഗായ്സ്. ഇങ്ങനെ അൺലിമിറ്റഡ് ബ്യൂട്ടിഫുൾ സാധനങ്ങൾ പടച്ചോൻ പറഞ്ഞിട്ടുണ്ട് ഈ ഖുറാനിൽ ജന്നയെ കുറിച്ചിട്ട്. എന്തുകൊണ്ടാണ് പടച്ചോൻ അത് പറഞ്ഞിരിക്കുന്നത്? Again, the answer is very simple. You should desire, when you read this, you should love Jannah. You should desire for it. You should crave to go into Jannah. അതുകൊണ്ടാണ് പഠിച്ചത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് അത് പറഞ്ഞിരിക്കണേ. ഇല്ലേ? സത്യം പറഞ്ഞാൽ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോൾ പോവും. So that is the reason Allah has said so many things about Jannah and so many things about hell. Okay, that is on the side note. Okay, അപ്പോൾ നമ്മൾ ബാക്ക് ടു സൂറ അസ്ർ വരികയാണ്. കൺക്ലൂഷനാണ്, നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ പടച്ചോൻ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സമയത്ത് വെച്ച് പടച്ചോൻ സ്വെയർ ചെയ്യാണ്, ഓത്തെടുക്കുകയാണ്. എന്താണ് ഓത്തെടുക്കുന്നത്? മക്കളെ, നിങ്ങൾ നഷ്ടത്തിലാണ്, പ്ലീസ് ഹാവ് എൻ അർജൻസി, പ്ലീസ് ഹറി അപ്പ്, ഓക്കെ, യു ആർ ഇൻ നഷ്ടം എന്നാണ് പടച്ചോൻ പറയുന്നത്. അത് പടച്ചോൻ സമയത്തെ വിറ്റ്നസ് ആക്കിയിട്ട് പറയുകയാണ്, സമയത്തെ വെച്ച് സ്വെയർ ചെയ്യാണ്. എന്നിട്ട് പടച്ചോൻ പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും ഇല്ല, ഹുസർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, സം ലോസ് ആണ്, നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഈ എല്ലാവരും നഷ്ടത്തിലാണ്, പക്ഷേ ഒരു ചെറിയ ഗ്രൂപ്പ് ഉണ്ട് ഹു ആർ നോട്ട് ഇൻ ലോസ്. ആ ചെറിയ ഗ്രൂപ്പിനെ കുറിച്ച് പടച്ചോൻ പറയുന്നുണ്ട്. ആ ഗ്രൂപ്പിന്റെ ക്വാളിറ്റീസ് എന്താണ്? 4 ക്വാളിറ്റീസ് പടച്ചോൻ പറയുന്നുണ്ട്. അതൊരു ചെറിയ ഗ്രൂപ്പാണ് കേട്ടോ. ആദ്യത്തെ ക്വാളിറ്റി എന്താണ്? ദോസ് ഹു ബിലീവ് ഇൻ വാട്ട്? ബിലീവ് ഇൻ ദാറ്റ് യു ആർ ഇൻ ലോസ്. നിങ്ങൾ നഷ്ടത്തിലാണെന്ന് ആദ്യം മനസ്സിലാക്കുക. അങ്ങനെ ആദ്യം മനസ്സിലാക്കിയ ഒരു ഗ്രൂപ്പ്. അത് കഴിഞ്ഞിട്ട് എന്താ? നഷ്ടത്തിലാണെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രശ്നത്തിലാണെന്ന് പറഞ്ഞാൽ നമ്മളത് കറക്റ്റ് ചെയ്യാൻ നോക്കും. വാമിലു സ്വാലിഹാത്ത്. അപ്പോൾ ഹി വിൽ ട്രൈ ടു ഫിക്സ് ഹിംസെൽഫ്. ആദ്യം നഷ്ടത്തിലാണെന്ന് പറഞ്ഞു, നമ്മളത് ഫിക്സ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പം നമ്മളെ ശരിയാക്കി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഇമ്മീഡിയറ്റ് സോഷ്യൽ സർക്കിളിലേക്ക് കടക്കും, നമ്മുടെ ഫാമിലി ഓർ മിനിമം സോഷ്യൽ സർക്കിളിലേക്ക് കടന്ന് അവരെ അഡ്വൈസ് ചെയ്യുക. ട്രൂത്ത്ഫുള്ളി ഈസ് എ പോയിന്റ്. എല്ലാ സത്യസന്ധമായിട്ട് നല്ല ഇൻറ്റൻഷനോട് സിൻസിയറായിട്ട് അവരെ അഡ്വൈസ് ചെയ്യുക. അവർ പ്രശ്നത്തിലാണെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അവർ ചൂണ്ടിക്കാട്ടുകയാണെങ്കിൽ അതും ആക്സെപ്റ്റ് ചെയ്യുക. ഇറ്റ്സ് നോട്ട് ലൈക്ക് യു അഡ്വൈസ് ദം ആൻഡ് ദെൻ അവരുടെ അടുത്ത് നിന്ന് അഡ്വൈസ് ചെയ്യുമ്പോൾ നിങ്ങളത് റെസിസ്റ്റ് ചെയ്യുക. അങ്ങനെയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്വൈസ് ചെയ്യുക ട്രൂത്ത്ഫുള്ളി. ആൻഡ് അങ്ങനെ ട്രൂത്ത്ഫുള്ളി നമ്മൾ അഡ്വൈസ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ്, ചിലപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് വരും. എല്ലാവരും എല്ലാ രീതിയിലും നമ്മളോട് പോസിറ്റീവായിട്ട് പെരുമാറുന്നില്ല. അപ്പോൾ പടച്ചോൻ പറയുന്നത് എന്താണ്? നമ്മൾ പേഷ്യൻ്റ് ആവുക എന്ന്. അപ്പോൾ പേഷ്യൻ്റായിട്ട് നമ്മൾ ട്രൂത്ത്ഫുള്ളി ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക എന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, എന്തൊരു ബ്യൂട്ടിഫുൾ അല്ലേ? അപ്പോൾ ബിലീവ് ദാറ്റ് യു ആർ ഇൻ ലോസ് ആൻഡ് ദെൻ ട്രൈ ടു ഫിക്സ് യുവർ സെൽഫ് ആൻഡ് ദെൻ ട്രൈ ടു ഫിക്സ് ദ പീപ്പിൾ അറൗണ്ട് യു. ആൻഡ് ഇഫ് ദേ ആർ റെസിസ്റ്റൻറ്റ്, try to fix them patiently and truthfully. Subhanallah. അപ്പോൾ ഒരു കാര്യം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ചില മെസ്സേജസ് കിട്ടുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളോട് പടച്ചോൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ ഈ ലോകം മുഴുവൻ ഓടി നടന്ന ആൾക്കാരെ നന്നാക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് പോയിന്റ്, നമ്മളോട് പടച്ചോൻ പറഞ്ഞിരിക്കുന്നത് ആദ്യം നമ്മളെ ശരിയാക്കുക. നമ്മളെ ശരിയാക്കിയിട്ട് നമ്മളെ ചുറ്റുവട്ടത്തുള്ള ഇമ്മീഡിയറ്റ് സർക്കിളിനെ മാത്രം നിങ്ങൾ ശരിയാക്കിയാൽ മതി. ഓക്കെ, നിങ്ങൾ വെപ്രാളം പരവേശം പിടിച്ച് ഓടി നടക്കണ്ട എന്ന് പറഞ്ഞാൽ എന്തൊരു ബ്യൂട്ടിഫുള്ളായിട്ട് സിമ്പിളായിട്ടാണ് നമുക്ക് ജോബ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ലോകത്ത് ഉള്ളവർക്ക് പലർക്കും പല റോളായിരിക്കും ദുനിയയിൽ തന്നിരിക്കുന്നത്. ചിലർ പബ്ലിക് ഫിഗേഴ്സ് ആയിരിക്കും. പബ്ലിക് ഫിഗേഴ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ലോകം മുഴുവൻ അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ഒരുപാട് ആൾക്കാരെ, ലോകത്തുള്ള എല്ലാ ഭാഗത്തെ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ദാറ്റ് ഈസ് എ ബിഗർ ജോബ്. പിന്നെ ചിലപ്പോൾ നമ്മളുടെ ലോക്കൽ മസ്ജിദിലെ ഒരു ഇമാമായിരിക്കും. അപ്പോൾ പുള്ളിയുടെ ജോലി എന്താ? ആ ഒരു ലോക്കൽ കമ്മ്യൂണിറ്റീനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത്രയും മതി. പടച്ചോൻ പറയുന്നില്ല ഈ ലോക്കൽ കമ്മ്യൂണിറ്റിയിൽ ഇമാം ഓടിപ്പോയി ലോകം മുഴുവൻ ആൾക്കാരെ നന്നാക്കാൻ പറയുന്നില്ല. പിന്നെ നമ്മൾ ഇപ്പം ഒരു വൈഫാണ്, ഒരു ലേഡി വീട്ടിൽ ജോലിക്ക് പോകാത്ത വൈഫാണെങ്കിൽ ജസ്റ്റ് ടേക്ക് കെയർ ഓഫ് ദി ചിൽഡ്രൻ, മക്കളെ ശരിയാക്കുക. അല്ലെങ്കിൽ ഹസ്ബൻഡിന് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യുക. അല്ലെങ്കിൽ അവരുടെ ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സിന് ചെയ്യുക. നമുക്ക് ആക്സസ് ഉള്ള ആൾക്കാരെ ചെയ്യുക. അത്രയേ ഉള്ളൂ.
പിന്നെ ഒരു ടീച്ചറാണെങ്കിൽ ഷീ ഹാസ് ഇൻഫ്ലുവൻസ് ഓൺ ഹർ സ്റ്റുഡൻസ്. അപ്പോൾ അവർ ആ സ്റ്റുഡൻസിനെ ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പോൾ പലർക്കും പല റോളാണ്. അപ്പോൾ പടച്ചോൻ പറയുന്നില്ല എല്ലാവരും ഒരേ റോൾ എടുത്തിട്ട് ഈ ലോകം മുഴുവൻ ശരിയാക്കണമെന്ന് പറയുന്നില്ല. എല്ലാവർക്കും അവരവർക്ക് പറ്റാവുന്ന രീതിയിൽ അവരവരുടെ പൊസിഷനിൽ നിന്ന് അവരവരുടെ റോളിൽ നിന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇമ്മീഡിയറ്റ് സർക്കിളിനെ മാത്രം ക്ലിയർ ചെയ്താൽ മതി. ജസ്റ്റ് ഇമാജിൻ, ഈ ലോകത്തുള്ള എല്ലാവരും അങ്ങനെ സ്വന്തം ഇമ്മീഡിയറ്റ് സർക്കിളിനെ മാത്രം ശരിയാക്കി തന്നെ ഈ ലോകം എന്തൊരു ബ്യൂട്ടിഫുള്ളാണ് ഇല്ലേ? എന്തൊരു ബ്യൂട്ടിഫുള്ളാണ് ഖുർആൻ. സുബ്ഹാനല്ലാഹ്, എനിക്ക് വയ്യ. പക്ഷെ അത് മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കണം. എന്തൊരു അമേസിംഗ് ആണ്. എനിവേസ്, അപ്പോൾ ഇതാണ് സൂറ അസർ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തത് നെക്സ്റ്റ് ക്ലാസ്സിൽ സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക വനശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വബാരിക് വസല്ലിം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അസ്സലാമു അലൈക്കും ഗേൾസ്.